ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 99ാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. കർത്താവ് പരിശുദ്ധനാണ് എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ട്. 9 വചനങ്ങൾ മാത്രം. പരമപരിശുദ്ധനായ ദൈവം, അവിടുത്തെ അനന്തമായിട്ടുള്ള ക്ഷമിക്കുന്ന ഹൃദയവും ഈ സങ്കീർത്തനം വിവരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിയാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഖ്യമായിട്ടുള്ള ഒരു പ്രമേയം. 93, 95, 97 സങ്കീർത്തനങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നും. സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം സിംഹാസന രൂപനായ ദൈവത്തെയും അവിടുത്തെ ഭരണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്നാൽ ഈ സങ്കീർത്തനത്തിന്റെ രണ്ടാം ഭാഗത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചും, അവസാന ഭാഗം വിഷമഘട്ടങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന മോശയും അഹറോനും സാമുവേലിന്റെയും പ്രാർത്ഥനകൾ ദൈവം എപ്രകാരം പ്രത്യുത്തരിക്കുന്നു എന്നതും എടുത്തു പറയുകയാണ്. ദൈവത്തെ ആരാധിച്ചിരുന്നതിൽ ഏറ്റവും ധന്യമുഹൂർത്തങ്ങളായിരുന്നു ഇസ്രായേലിന്റെ ആരാധനകൾ. ദൈവം തന്നെ നീതി ഈ ലോകത്തിൽ നടപ്പാക്കുന്നു. ദൈവം മേഘത്തൂണുകളിലും അഗ്നിസ്തംഭങ്ങളിലും കൂടെ തന്റെ നിരന്തര പരിപാലന നടത്തിയതാണ്. ഇതൊക്കെ ഈ സങ്കീർത്തനത്തിന്റെ ഒരു പ്രമേയമാണ്. ദൈവം എപ്രകാരമാണ് പഴയ നിയമത്തിൽ പ്രാർത്ഥനകൾ കേട്ടത് എന്നത് സങ്കീർത്തകൻ എടുത്തു പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മോശയും അഹറോനും സാമുവേലും ഒക്കെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അങ്ങ് ഉത്തരിച്ചല്ലോ. മേഘത്തൂണുകളിലും അഗ്നിസ്തംഭങ്ങളിലും കൂടി അവിടുന്ന് ജനത്തെ നയിച്ചല്ലോ. ഞങ്ങളെല്ലാ ദിവസവും നയിക്കണം കർത്താവേ. ഓരോ കൊച്ചു കാര്യങ്ങളിലും നീ ഞങ്ങളെ പരിപാലിക്കുന്നു, നീ ഞങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. ഞങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിന്റെ നാമത്തിൽ അത് ആരംഭിക്കുവാനായിട്ടും ചെയ്യുവാനായിട്ടും ഞങ്ങൾക്ക് കൃപയായിരിക്കണമേ. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.